ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 503. സൂറത്ത് യൂനുസ് ആയത്തുകൾ 90 മുതൽ 105 വരെ, പേജ് നമ്പർ 768. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وجاوزنا ببني إسرائيل البحر فأتبعهم فرعون وجنوده بغيا وعدوا حتى إذا أدركه الغرق قال آمنت أنه لا إله إلا الذي آمنت به بنو إسرائيل وأنا من المسلمين الآن وقد عصيت من قبل وكنت من المفسدين فاليوم ننجيك ببدنك لتكون لمن خلفك آية وإن كثيرا من الناس عن آياتنا لغافلون ولقد بوأنا بني إسرائيل مبوأ صدق ورزقناهم من الطيبات فما اختلفوا حتى جاءهم العلم إن ربك يقضي بينهم يوم القيامة فيما كانوا فيه يختلفون فإن كنت في شك مما أنزلنا إليك فاسأل الذين يقرؤون الكتاب من قبلك لقد جاءك الحق من ربك فلا تكونن من الممترين ولا تكونن من الذين كذبوا بآيات الله فتكون من الخاسرين إن الذين حقت عليهم كلمة ربك لا يؤمنون ولو جاءتهم كل آية حتى يروا العذاب الأليم فلولا كانت قرية آمنت فنفعها إيمانها إلا قوم يونس لما آمنوا كشفنا عنهم عذاب الخزي في الحياة الدنيا ومتعناهم إلى حين ولو شاء ربك لآمن من في الأرض كلهم جميعا أفأنت تكره الناس حتى يكونوا مؤمنين وما كان لنفس أن تؤمن إلا بإذن الله ويجعل الرجس على الذين لا يعقلون قل انظروا ماذا في السماوات والأرض وما تغني الآيات والنذر عن قوم لا يؤمنون فهل ينتظرون إلا مثل أيام الذين خلوا من قبلهم
قل فانتظروا إني معكم من المنتظرين ثم ننجي رسلنا والذين آمنوا كذلك حقا علينا ننجي المؤمنين قل يا أيها الناس إن كنتم في شك من ديني فلا أعبد الذين تعبدون من دون الله ولكن أعبد الله الذي يتوفاكم وأمرت أن أكون من المؤمنين وأن أقم وجهك للدين حنيفا ولا تكونن من المشركين. കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 504 സൂറത്ത് യൂനുസ് ആയത്ത് 90 പേജ് 768. വജാവസ്നാ ബിബനി ഇസ്രായീൽ അൽ-ബഹ്റ ഇസ്രായേൽ സന്തതികളെ നാം സമുദ്രത്തിനക്കരെ കൊണ്ടുപോയി. ഫഅത്ബഅഹും ഫിർഔൻ വജുനൂദുഹു ബഗ്യൻ വഅദവ അപ്പോൾ ഫിർഔനും അവൻ്റെ പട്ടാളക്കാരും ധിക്കാരവും അതിക്രമവുമായി അവരെ പിന്തുടർന്നു. ഹത്താ ഇദാ അദ്റകഹുൽ ഗറഖു ഖാല അങ്ങനെ മുങ്ങി മരിക്കാറായപ്പോൾ അവൻ പറഞ്ഞു, ആമന്തു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീല വഅന മിനൽ മുസ്ലിമീൻ. ഇസ്രായേൽ സന്തതികൾ ഏതൊരുവനിൽ വിശ്വസിച്ചിരിക്കുന്നുവോ ആരാധിക്കപ്പെടാൻ അർഹൻ അവനല്ലാതെ മറ്റാരുമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അള്ളാഹുവിന് കീഴ്പ്പെട്ടവരിൽ പെടുന്നു. ഖുർആൻ പലയിടങ്ങളിലായി വിശദീകരിച്ചതിൻ്റെ ചുരുക്ക വിവരം ഇതാണ്. ഇസ്രായേല്യരെയും കൂട്ടി മൂസാ നബി അലൈഹിസ്സലാം ഈജിപ്തിൽ നിന്ന് കിഴക്കോട്ട് നീങ്ങി ഫലസ്തീനെ ലക്ഷ്യമാക്കി ചെങ്കടൽ തീരത്തെത്തി. കടലിനടുത്തെത്തിയപ്പോൾ ഫിർഔനും കൂട്ടരും പിന്നാലെ വന്നെത്തി. അള്ളാഹു മൂസാ നബി അലൈഹിസ്സലാമയോട് വടികൊണ്ട് കടലിൽ അടിക്കുവാൻ കൽപ്പിച്ചു. സമുദ്രം രണ്ടായി പിളർന്നു. അവർ ആ വഴിയിലൂടെ മറുകരയിലെത്തി. പിന്തുടർന്ന അക്രമികൾ ഫിർഔനടക്കം മുങ്ങിച്ചത്തു. ആയത്ത് 91. അൽ ആന ഇപ്പോഴാണോ നീ വിശ്വസിക്കുന്നത്? വഖദ് അസൈത മിൻ ഖബ്ലു തീർച്ചയായും മുമ്പൊക്കെ നീ ധിക്കരിക്കുകയും വകുന്ത മിനൽ മുഫ്സിദീൻ നീ കുഴപ്പമുണ്ടാക്കുന്നവരിൽ പെട്ടവനായി തീരുകയും ചെയ്തു. സർവ്വ കുഴപ്പങ്ങളും ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വിശ്വാസമോ? ശിക്ഷ കണ്ണിൽ കാണുകയും അനുഭവിക്കുകയും ചെയ്തതിന് ശേഷമാണോ വിശ്വാസം? ആ വിശ്വാസം ഒരു ഫലവും ചെയ്യില്ല. അതായത് മരണം നേരിൽ കണ്ട സമയത്ത്, റൂഹ് തൊണ്ടക്കുയിലെത്തുന്ന സമയത്ത് അപ്പം തോപ സ്വീകരിച്ചിട്ട് അപ്പം വിശ്വാസം സ്വീകരിച്ചിട്ട് കാര്യമില്ല. ആദ്യമേ വിശ്വാസിയാവുക, ഷിർക്കിൽ നിന്നൊക്കെ മുക്തമായിട്ട് ജീവിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പേജ് 769 ആയത്ത് 92. ഫൽയൗമ നുനജ്ജീക ബിബദനിക അങ്ങനെ ഇന്ന് നിന്റെ ശരീരത്തോടുകൂടി നിന്നെ നാം രക്ഷപ്പെടുത്തുന്നതാണ്. ലിതകൂന ലിമൻ ഖൽഫക ആയ നിന്റെ പിറകെ വരുന്നവർക്ക് നീ ഒരു ദൃഷ്ടാന്തമായി തീരത്തക്കവണ്ണം. വഇന്ന കസീറൻ മിനൻ നാസി അൻ ആയാതിന ലഗാഫിലൂൻ നിശ്ചയമായും മനുഷ്യരിൽ അധിക പേരും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് അശ്രദ്ധരാകുന്നു. ഫിർഔന് ഒരു സ്വർണ്ണപ്പടയങ്കി ഉണ്ടായിരുന്നു എന്നും ആ അങ്കിയോടുകൂടിയാണ് ആ ധിക്കാരി മുങ്ങിച്ചത്തതെന്നും ചില വ്യാഖ്യാനങ്ങൾ കാണാം. ഫിർഔന്റെ ജലം പിൽക്കാലത്ത് കണ്ടുകിട്ടി. അത് ഈജിപ്തിലെ മ്യൂസിയത്തിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾക്ക് അതൊരു ദൃഷ്ടാന്തം തന്നെ. ഖുർആൻ ഇപ്പറയുന്ന ചരിത്രം ഒരു വസ്തുത തന്നെയാണ്. അതുവഴി ഖുർആനെ പറ്റി പഠിക്കാൻ ചിന്തയും ബോധവുമുള്ള എല്ലാവരെയും പ്രേരിപ്പിക്കുന്നു. കഴിഞ്ഞ കാലത്ത് ഇങ്ങനെ ഒരു മഹാധിക്കാരി ജീവിച്ചിരുന്നു. ദൈവകൽപ്പനകളെ ധിക്കരിച്ച് അവൻ ശിക്ഷിക്കപ്പെട്ടു. അത്തരത്തിലുള്ളവർക്ക് ഗുണപാഠമാണ് ഫിർഔന്റെ ശവശരീരം. ഖുർആൻ ദൈവവചനമാണെന്നതിന് ഇത് സാക്ഷിയാണ്. ദൃഷ്ടാന്തങ്ങൾ ശ്രദ്ധിക്കാത്തവരാണ് അധികവും എന്ന് പറഞ്ഞത് ശ്രദ്ധിക്കുക. ഫിർഔന്റെ ജഡം കണ്ട് അതിൻ്റെ പരിശോധനകളും ഗവേഷണങ്ങളും ചരിത്ര പഠനവും നടത്താൻ എല്ലാവരും തയ്യാറായി. ആ പഠനം അള്ളാഹുവിലേക്കോ ഖുർആനിലേക്കോ അവരെ നയിച്ചില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പഠിക്കാൻ ഭൂരിപക്ഷം ഗവേഷകരും തയ്യാറായില്ല.
അതല്ലാത്ത വേറെ കുറേയേറെ വിഷയങ്ങളെക്കുറിച്ച് അവർ ഗവേഷണവും പഠനവും നടത്തി എന്താണോ അടിസ്ഥാനപരമായി ആ ദൃഷ്ടാന്തത്തിൽ നിന്ന് ഗ്രഹിക്കേണ്ടത് അത് മനസ്സിലാക്കാൻ ഭൂരിപക്ഷവും തയ്യാറല്ല. ധിക്കാരവും നിഷേധവും തന്നെ. ചെങ്കടലിൻ്റെ ഭാഗമായ സൂയസ് കടലിൻ്റെ വടക്കേ അറ്റത്ത് BC 1212 ഫിർഔൻ മുങ്ങിമരിച്ചതെന്ന് ഗവേഷകർ പറയുന്നു. രാംസസ് രണ്ടാമനാണ് ഇതെന്ന് ഭൂരിപക്ഷം ഗവേഷകരും അഭിപ്രായപ്പെടുന്നു. അധികം വൈകാതെ ആ ധിക്കാരിയുടെ ശവം കണ്ടുകിട്ടി കല്ലറയിൽ സൂക്ഷിക്കപ്പെട്ടു. AD 1891 എന്നും അഭിപ്രായമുണ്ട്. ആ ശവശരീരം പ്രൊഫസർ ലോറൽ എന്ന ഗവേഷകൻ ഈജിപ്തിലെ തീബ്സ് താഴ്വരയിൽ നിന്ന് കണ്ടെടുത്തു. ഡോക്ടർ മോറിസ് ബുക്കായ് ഫ്രാൻസിൽ അത് പരിശോധിക്കാൻ നിയോഗിക്കപ്പെട്ടു. പിന്നീട് ജഡം ഈജിപ്തിലെത്തിച്ചു. കൈറോയിലെ ഈജിപ്ഷ്യൻ മ്യൂസിയത്തിലെ റോയൽ മമ്മി ഹാളിൽ ആ മൃതദേഹം ഒരു ചില്ലുകൂട്ടിൽ സൂക്ഷിക്കപ്പെട്ടത് ഇപ്പോഴും കാണാം. മൃതദേഹത്തിന് 202 സെന്റിമീറ്ററാണ് നീളം. തൊലിക്കും മുടിക്കും പല്ലുകൾക്കും ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. ഖുർആന്റെ അമാനുഷികത നേരിട്ട് ദർശിക്കേണ്ടവർ കൈറോയിലെ ഈജിപ്ഷ്യൻ മ്യൂസിയത്തിലുള്ള ഫിർഔന്റെ ശവശരീരം ഒന്ന് കാണുക എന്ന് മോറിസ് ബുക്കായ് തൻ്റെ ബൈബിൾ ഖുർആൻ സയൻസ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇതിലുള്ളതല്ല, ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. ഇപ്പോൾ വിശുദ്ധ ഖുർആനിലെ ഈ 92-ാമത്തെ ആയത്ത് ഫൽ യൗമ നുനജ്ജിക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ എന്നതിൻ്റെ വ്യാഖ്യാനം പലതും മുഫസ്സിറുകൾ പറഞ്ഞത് കാണാം. ഇവിടെ ഫിർഔന്റെ ശരീരം ഖിയാമത്ത് നാൾ വരെ സംരക്ഷിക്കപ്പെടും എന്നാണ് അതിൻ്റെ ആശയം എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ ആശയം ഉണ്ടാവാം. അപ്പോൾ ഗവേഷകർ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ മൂസ അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിലെ ഫിർഔൻ ഈജിപ്ത് ഭരിച്ചിരുന്ന രാജാക്കന്മാരെ ഫറോമാർ ഫിർഔൻ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ മൂസ അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിലെ ഫിർഔൻ അയാളുടെ ശവശരീരം തന്നെയാണ് ഇത് എന്ന് ഗവേഷകർ പറയുന്നുണ്ട്. അത് ശരിയായിരിക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. പക്ഷേ ഒരുപക്ഷെ ശരിയല്ലെന്ന് വന്നാൽ പോലും ഈ ആയത്തിൻ്റെ തഫ്സീർ അല്ലെങ്കിൽ ഈ ആയത്തിൻ്റെ വ്യാഖ്യാനം അതാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അള്ളാഹു അയാളുടെ ശരീരം ഖിയാമത്ത് നാൾ വരെ സൂക്ഷിക്കും എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല എന്ന് സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളിലൊക്കെ കാണുന്നുണ്ട്. അള്ളാഹു ആലം. ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 505 സൂറത്തു യൂനുസ് ആയത്ത് 93 പേജ് 769. വലഖദ് ബവ്വഅനാ ബനീ ഇസ്രായീല മുബവ്വഅ സുദ്ഖിൻ. സത്യത്തെ കുടിയിരുത്തിയ സ്ഥാനത്ത് ഇസ്രായേൽ സന്തതികളെ നാം കുടിയിരുത്തിയിരിക്കുന്നു. തികച്ചും അനുയോജ്യമായ ഒരു സ്ഥലത്ത് ഇസ്രായേലിനെ നാം കുടിയിരുത്തി എന്നാണ് ഇവിടെ ഉദ്ദേശ്യമെന്ന് വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നു. ഫലഭൂയിഷ്ടമായ ഒരു പ്രദേശമാണ് ഫലസ്തീൻ. അവരുടെ പൂർവ്വകാല വാസസ്ഥലവുമാണ് അവിടെ. വറസഖ്നാഹും മിനത്വയ്യിബാതി. വിശിഷ്ടമായ വസ്തുക്കളിൽ നിന്ന് അവർക്ക് നാം ആഹാരം നൽകുകയും ചെയ്തു. ഫമഖ്തലഫു ഹത്താ ജാഅഹുൽ ഇൽം. എന്നാൽ അവർക്ക് അറിവ് വന്നെത്തുന്നത് വരെയും അവർ ഭിന്നിച്ചിട്ടില്ല. പേജ് 770. അറിവ് ലഭിച്ചതിന് ശേഷമാണ് ഭിന്നിച്ചത്. അവർക്ക് തൗറാത്ത് ലഭിച്ചു. അത് മുഖേന അവർ യാഥാർത്ഥ്യം അറിഞ്ഞു. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി തൗറാത്തിലെ വാചകങ്ങളിലും വ്യാഖ്യാനങ്ങളിലും ഭിന്നിപ്പുണ്ടാക്കി. പ്രത്യേകിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് തൗറാത്ത് മുഖേന അവർ അറിഞ്ഞിട്ടുള്ളതാണ്. ആദ്യം അവരുടെ ഇടയിൽ അത് സംബന്ധിച്ച് ഭിന്നിപ്പുണ്ടായിരുന്നില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ, അതായത് അറിഞ്ഞ കാര്യം അനുഭവത്തിൽ വന്നപ്പോൾ മിക്കവരും നിഷേധിച്ചു. ചുരുക്കം ചിലർ മാത്രം വിശ്വസിച്ചു. ഇന്ന റബ്ബക യഖ്ളി ബൈനഹും യൗമൽ ഖിയാമത്തി ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ. നിശ്ചയമായും അവർ ഭിന്നാഭിപ്രായക്കാരായി തീർന്നിട്ടുള്ള കാര്യങ്ങളിൽ അന്ത്യനാളിൽ അവരുടെ ഇടയിൽ നിന്റെ നാഥൻ വിധി നടത്തുന്നതാകുന്നു. മനുഷ്യർ ഇങ്ങനെ അറിവിനെയും മനസാക്ഷിയെയും നിഷേധിക്കുന്നവരായി തീർന്നാൽ പിന്നെ എന്ത് ചെയ്യും? ആയത്ത് 94. ഫഇൻ കുൻത ഫീ ശക്കിൻ മിമ്മാ അൻസൽനാ ഇലൈക. എന്നാൽ നിനക്ക് നാം ഇറക്കിത്തന്നതിനെ കുറിച്ച് വല്ല സംശയത്തിലും നീ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഫസ്അലില്ലദീന യഖറഊനൽ കിതാബ മിൻ ഖബ്ലിക്. നിനക്ക് മുമ്പ് തന്നെ വേദം വായിച്ചു കൊണ്ടിരിക്കുന്നവരോട് നീ ചോദിക്കുക. നൂഹ് നബി അലൈഹിസ്സലാമയുടെയും മൂസ നബി അലൈഹിസ്സലാമയുടെയും വിവരങ്ങളും കൂടാതെ പണ്ട് കാലത്ത് നടന്ന പല സംഭവങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്തു. അതിൽ വല്ല സംശയങ്ങളും ആർക്കെങ്കിലും ഉണ്ടെന്ന് സങ്കല്പിക്കുന്ന പക്ഷം തൗറാത്ത്, ഇഞ്ചീൽ മുതലായ വേദഗ്രന്ഥങ്ങൾ വായിച്ച് അറിവ് നേടിയവരോട് ചോദിച്ചു നോക്കുക. അവരെ സത്യവാന്മാരായിട്ടുള്ളവരെല്ലാം അത് സമ്മതിക്കും. ലഖദ് ജാഅകൽ ഹഖ്ഖു മിർ റബ്ബിക.
തീർച്ചയായും നിന്റെ രക്ഷിതാവിങ്കിൽ നിന്ന് സത്യം നിനക്ക് ലഭിച്ചിരിക്കുന്നല്ലോ. ഫലാ തകൂനന്ന മിനൽ മുംതരീൻ. അതിനാൽ സംശയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരിക്കലും നീ പെട്ടുപോകരുത്. ആയത്ത് 95. വലാ തകൂനന്ന മിനല്ലദീന കദ്ദബു ബിആയാത്തില്ലാഹ്. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയവരുടെ കൂട്ടത്തിലും നീ ഒരിക്കലും പെട്ടുപോകരുത്. ഫതകൂന മിനൽ ഖാസിരീൻ. എങ്കിൽ നീ നഷ്ടക്കാരിൽപ്പെട്ടവനായിത്തീരും. ആയത്ത് 96. ഇന്നല്ലദീന ഹഖ്ഖത് അലൈഹിം കലിമതു റബ്ബിക ലാ യുഅ്മിനൂൻ. നിന്റെ റബ്ബിൻ്റെ ശിക്ഷയുടെ വചനം ഏതൊരുത്തരുടെ മേൽ സ്ഥിരപ്പെട്ടുവോ അവർ വിശ്വസിക്കുകയില്ല. അള്ളാഹു ഹൃദയങ്ങൾ കൊടുത്തു, അവർ ചിന്തിച്ചില്ല. അള്ളാഹു കൊടുത്ത കണ്ണുകൊണ്ട് നോക്കിക്കാണുകയും അള്ളാഹു കൊടുത്ത ചെവി കൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കുകയും ചെയ്യാതെ പ്രവാചകന്മാരുടെയും അവരുടെ പിൻഗാമികളുടെയും ഉപദേശം തള്ളിക്കളയുന്നവരെ അള്ളാഹു കൈയൊഴിച്ചിരിക്കുന്നു. പരലോകത്ത് അവർക്ക് നരകം. അവർ ഒരിക്കലും വിശ്വാസം ഉൾക്കൊള്ളുകയില്ല. ആയത്ത് 97, പേജ് നമ്പർ 771. വലൗ ജാഅതുഹും കുല്ലു ആയത്തിൻ. എല്ലാ ദൃഷ്ടാന്തങ്ങളും അവർക്ക് വന്നെത്തിയാലും ശരി, ധിക്കാരത്തിലും നിഷേധത്തിലും അവർ ഉറച്ചു നിൽക്കും. ഹത്താ യറവുൽ അദാബൽ അലീം. വേദനാജനകമായ ശിക്ഷ അവർ കാണുന്നത് വരെ. ആയത്ത് 98. ഫലൗലാ കാനത് ഖറിയത്തുൻ ആമനത് ഫനഫഅഹാ ഈമാനുഹാ. എന്നാൽ ഒരു രാജ്യക്കാർ വിശ്വസിക്കുകയും അവരുടെ വിശ്വാസം അവർക്ക് ഫലപ്പെടുകയും ചെയ്യാത്തതെന്ത്? വേദനാജനകമായ ശിക്ഷ കാണുവോളം വിശ്വസിക്കുകയില്ലെന്ന് അല്പം മുമ്പ് ആയത്തിൽ പറഞ്ഞല്ലോ. അങ്ങനെ ശിക്ഷ മുന്നിൽ കണ്ടാലുള്ള വിശ്വാസം നിഷ്ഫലമാണ്. എന്നാൽ മുമ്പ് കഴിഞ്ഞ ഏതൊരു റസൂലിനും ആ റസൂലിൻ്റെ നാട്ടുകാർ ഫലപ്രദമായ നിലയിൽ തക്ക സമയത്ത് കൂട്ടത്തോടെ വിശ്വസിക്കൽ ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ അവരുടെ കടമ ദൂതനിൽ വിശ്വസിക്കലാണ്. സമയം കഴിഞ്ഞതിന് പിറകെ വിശ്വസിച്ചു. അതൊട്ട് ശരിയായ വിശ്വാസവുമല്ല. ഈ പൊതു നിയമത്തിൽ നിന്ന് ഒരു കൂട്ടരെ അല്ലാഹു ഒഴിവാക്കി. ഇല്ലാ ഖൗമ യൂനുസ. യൂനുസിന്റെ ജനത ഒഴികെ. ലമ്മ ആമനു. അവർ വിശ്വസിച്ചപ്പോൾ കശഫന അൻഹും അദാബൽ ഖിസ്യ ഫിൽ ഹയാത്തി ദുനിയ. ഇഹലോക ജീവിതത്തിൽ അപമാനത്തിന്റെ ശിക്ഷ അവരിൽ നിന്ന് നാം ഒഴിവാക്കി. വമത്തഅനാഹും ഇലാ ഹീൻ. ഒരു സമയം വരെ അവർക്ക് നാം സുഖാനുഭവം നൽകുകയും ചെയ്തു. ദൈവനിഷേധത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും അനന്തരഫലത്തെക്കുറിച്ച് പലതവണ താക്കീത് നൽകും. ഒടുവിൽ ശിക്ഷയെക്കുറിച്ച് താക്കീത് ചെയ്യും. അതിൽ നിന്നൊന്നും പഠിക്കാതെ ശിക്ഷ വന്നെത്തുമ്പോൾ വിശ്വസിച്ചിട്ട് കാര്യമില്ല. ആ വിശ്വാസം സ്വീകരിക്കപ്പെടാതെ ശിക്ഷ നടപ്പാക്കലാണ് ദൈവിക നടപടിക്രമം. ഈ പൊതു നിയമത്തിൽ നിന്ന് യൂനുസ് നബി അലൈഹിസ്സലാമയുടെ ജനതയെ അള്ളാഹു ഒഴിവാക്കി. ഇറാഖിൻ്റെ വടക്ക് ഭാഗത്തുള്ള മൂസലിനടുത്തായിട്ട് ഇരുന്ന നീനവ പ്രദേശക്കാരാണ് യൂനുസ് നബി അലൈഹിസ്സലാമയുടെ ജനത. അവർ അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തെ നിഷേധിച്ചു. നിഷേധം തുടർന്നാൽ ശിക്ഷ വരാൻ പോകുന്നുവെന്ന് അദ്ദേഹം താക്കീത് നൽകി. ജനങ്ങളുടെ നിഷേധാത്മക നിലപാടിൽ അദ്ദേഹത്തിന് വലിയ പ്രയാസമുണ്ടായി. ശിക്ഷയുടെ സമയത്തിന് മുമ്പ് അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ നിന്ന് ദേഷ്യം പിടിച്ച് പുറപ്പെട്ടുപോയി. അത് അള്ളാഹുവിൻ്റെ കൽപ്പന കിട്ടിയിട്ടല്ല. അപ്പോൾ ശിക്ഷ വളരെ അടുത്തിരിക്കുന്നതായി അവർ മനസ്സിലാക്കി. ശിക്ഷയുടെ അടയാളങ്ങൾ അവർ കണ്ടു എന്നും വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. അങ്ങനെ അവർ ഖേദിച്ച് മടങ്ങുകയും വിശ്വസിക്കുകയും ചെയ്തു. അള്ളാഹു അവരെ രക്ഷിച്ചു, ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. പിന്നീടുണ്ടായ അത്യാശ്ചര്യകരമായ അനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ പശ്ചാത്താപവും മറ്റും അംബിയ 87-88 സ്വാഫാത്ത് 139-148 ഖുർആൻ പ്രതിപാദിക്കുന്നുണ്ട്. യൂനുസ് അലൈഹിസ്സലാം ഒരു കപ്പലിൽ കയറി യാത്ര ചെയ്തു. കപ്പൽക്കാർ അദ്ദേഹത്തെ കടലിലെറിഞ്ഞു. ഒരു വലിയ മീൻ അദ്ദേഹത്തെ വിഴുങ്ങി. അവിടെ വെച്ച് അദ്ദേഹം പശ്ചാത്തപിച്ചു. അങ്ങനെ മീൻ അദ്ദേഹത്തെ കരയിലേക്കിട്ടു. തൻ്റെ ജനതയിൽ അദ്ദേഹം തിരിച്ചെത്തി. അവർ വിശ്വസിച്ചു. ഇതാണ് ചുരുക്കം. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 506, സൂറത്ത് യൂനുസ് ആയത്ത് 99, പേജ് 772. വലൗ ശാഅ റബ്ബുക ലആമന മൻ ഫിൽ അർദി കുല്ലുഹും ജമീഅ. നിന്റെ റബ്ബ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഭൂമിയിലുള്ള എല്ലാവരും ഒന്നടങ്കം വിശ്വസിക്കുമായിരുന്നു. അഫ അൻത തുക്രിഹുൻ നാസ ഹത്താ യകൂനു മുഅ്മിനീൻ. ആളുകൾ വിശ്വാസികളാകാൻ തക്കവണ്ണം അവരെ നീ നിർബന്ധിക്കുകയാണോ? വ്യക്തമായ പ്രബോധനം മാത്രമേ ബാധ്യതയുള്ളൂ, അതേ കഴിയുകയും ഉള്ളൂ. ആയത്ത് 100. വമാ കാന ലിനഫ്സിൻ അൻ തുഅ്മിന ഇല്ലാ ബിഇദ്നില്ലാഹ്. അല്ലാഹുവിൻ്റെ അനുമതി അനുസരിച്ചല്ലാതെ യാതൊരു ആൾക്കും വിശ്വസിക്കാൻ സാധ്യമല്ല. വിനയപൂർവ്വം നിർമാർഗം ആഗ്രഹിക്കുകയും സ്വതന്ത്രമായി ചിന്തിച്ച് വിഷയം മനസ്സിലാക്കുകയും ചെയ്യുന്നവരെ നേർവഴിയിലാക്കുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതാണ് അള്ളാഹുവിൻ്റെ അനുമതി എന്ന് പറഞ്ഞത്. അതനുസരിച്ചല്ലാതെ യാതൊരാളും വിശ്വാസിയാവുകയില്ല. വിശ്വാസം അടിച്ചേൽപ്പിക്കാൻ പറ്റിയതല്ല. ചിന്തിക്കാത്ത ആളുകൾക്ക് മേൽ അള്ളാഹു മാലിന്യത്തെ ആക്കുന്നതാകുന്നു. റിജസ് എന്നാൽ മാലിന്യം, മ്ലേച്ഛത എന്നർത്ഥം.
ചിന്തയും ബുദ്ധിയും ഉപയോഗപ്പെടുത്താത്തവർ മ്ലേച്ഛരായിത്തീരും. ആയത്ത് 101. പറയുക, ആകാശങ്ങളിലും ഭൂമിയിലും എന്തൊക്കെയാണുള്ളതെന്ന് നിങ്ങൾ നോക്കുകയും. ദൃഷ്ടാന്തങ്ങൾ നിറഞ്ഞു കിടക്കുന്നുണ്ട്. അത് നോക്കി മനസ്സിലാക്കേണ്ടത് മനുഷ്യന്റെ കടമയാണ്. സൂര്യ ചന്ദ്ര നക്ഷത്ര ഗോളങ്ങൾ, രാപ്പകലുകൾ, മഴ വെയിൽ കാറ്റ് മേഘങ്ങൾ, ഭൂമി, നദികൾ, മലകൾ, താഴ്വരകൾ, മരുഭൂമികൾ, കാടുകൾ, നാനാജാതി ജീവജാലങ്ങൾ, ഇങ്ങനെ ഓരോന്നിനെപ്പറ്റിയും ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ സൃഷ്ടി മാഹാത്മ്യത്തിൽ ആശ്ചര്യപ്പെടാതിരിക്കില്ല ആരും. വിശ്വസിക്കാത്ത ജനങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളും താക്കീതുകളും എന്ത് ഫലം ചെയ്യാനാണ്? വിഷയങ്ങൾ ശരിക്ക് കേട്ട് ചിന്തിച്ച് മനസ്സിലാക്കുകയും ശരിയായിട്ടുള്ളത് സ്വീകരിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. കേൾക്കാൻ തന്നെ തയ്യാറില്ലാത്തവരോട് എന്ത് ചെയ്യും? ആയത്ത് 102. അവർക്ക് മുമ്പ് കഴിഞ്ഞു പോയവരുടെ ദിവസങ്ങൾക്ക് സമമായിട്ടുള്ളതല്ലാതെ അവർ പ്രതീക്ഷിക്കുന്നുവോ? പേജ് 773. വേറെ ഒന്നും കാത്തിരിക്കേണ്ടതില്ല. ശിക്ഷ വന്നെത്തുന്നതിനെ സംബന്ധിച്ചാണ് കാത്തിരിക്കാൻ പറയുന്നത്. ദിവസങ്ങൾ എന്തുകൊണ്ട് ഉദ്ദേശ്യം? മുൻ സമുദായങ്ങൾ നിഷേധിച്ചപ്പോൾ അവർക്കുണ്ടായ ശിക്ഷയും നാശവുമാണ്. ഇന്നതിൻ്റെ ഫലമായി ഇന്നത് എന്ന് അള്ളാഹു നിർണയിച്ചിട്ടുണ്ട്. കാലമോ സമയമോ ആളുകളോ വ്യത്യാസമില്ല. ആരോടും പക്ഷഭേദമില്ല. ഖുൽ ഫന്തദിറു, പറയുക, അതിനാൽ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുവീൻ. ഇന്നി മഅക്കും മിനൽ മുൻതദിരീൻ, നിശ്ചയമായും ഞാനും നിങ്ങളോടൊപ്പം കാത്തിരിക്കുന്നവരിൽ പെട്ടവനാകുന്നു. ആയത്ത് 103. സുമ്മ നുനജ്ജീ റുസുലനാ വല്ലദീന ആമനു, പിന്നെ നമ്മുടെ ദൂതന്മാരെയും സത്യവിശ്വാസികളെയും നാം രക്ഷിക്കും. കദാലിക ഹഖ്ഖൻ അലൈനാ നുൻജിൽ മുഅ്മിനീൻ, അപ്രകാരം നമ്മുടെ മേൽ ഒരു ബാധ്യത എന്ന നിലയിൽ സത്യവിശ്വാസികളെ നാം രക്ഷപ്പെടുത്തുന്നു. ആയത്ത് 104. ഖുൽ യാ അയ്യുഹന്നാസു ഇൻ കുൻതും ഫീ ശക്കിൻ മിൻ ദീനി, പറയുക, ഏ മനുഷ്യരെ, എൻ്റെ മതത്തെ സംബന്ധിച്ച് നിങ്ങൾ വല്ല സംശയത്തിലുമാണെന്നുണ്ടെങ്കിൽ എൻ്റെ മതം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ്. അതിൽ സംശയിക്കേണ്ട ഒരു കാര്യവുമില്ല. നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നവനും ഇനി നമ്മെ മരിപ്പിക്കുകയും പിന്നീട് പുനർജീവിപ്പിച്ച് സ്വർഗത്തിലോ നരകത്തിലോ ആക്കുകയും ചെയ്യുന്നവനായ അള്ളാഹുവിനെ ആരാധിക്കൽ നമ്മുടെ കടമയാണ്, നമ്മുടെ ആവശ്യമാണ്. അവൻ്റെ സഹായവും രക്ഷയും സ്നേഹവും എന്നെന്നും നമുക്ക് ലഭിക്കുവാൻ വേണ്ടിയാണത്. പിന്നെ അതിൽ സംശയിക്കാൻ എന്ത് വകയുണ്ട്? എന്നിട്ടും നിങ്ങൾ സംശയിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അറിഞ്ഞുകൊള്ളുക, ഫലാ അഅ്ബുദുല്ലദീന തഅ്ബുദൂന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്നവരെ ഞാൻ ഒരിക്കലും ആരാധിക്കുകയില്ല. വലാകിൻ അഅ്ബുദുല്ലാഹല്ലദീ യതവഫാകും, പക്ഷേ നിങ്ങളെ മരിപ്പിക്കുന്നവനായ അല്ലാഹുവിനെ ഞാൻ ആരാധിക്കുന്നു. മരിച്ചാൽ പിന്നെ യാതൊരു രക്ഷയുമില്ല. ഈ ദുനിയാവിൽ നമുക്ക് കുറച്ച് സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു, മരിച്ചാൽ പിന്നെ അതും ഇല്ല. വഉമിർതു അൻ അകൂന മിനൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ കൂട്ടത്തിലായിരിക്കുവാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആയത്ത് 105. വഅൻ അഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ, നിന്റെ മുഖത്തെ ദീനിനു വേണ്ടി പച്ചപ്പരമാർത്ഥിയായ അവസ്ഥയിൽ നേരെ ചൊവ്വേ ആക്കുക എന്നും എന്നോട് കൽപ്പിച്ചു. മുഖം എന്നത് മുന്നോട്ടുള്ള ഗതിയെ സൂചിപ്പിക്കുന്ന വാക്കാണല്ലോ. ഇടയാളന്മാരെയോ ശുപാർശക്കാരെയോ സ്വീകരിക്കാതെ റബ്ബിലേക്ക് തിരിയുക. ഇതുവരെ ആയതൊക്കെ ആയി. ഇനി അങ്ങോട്ട് യാതൊരു വക്രതയും കപട്യവും കൂടാതെ ചൊവ്വേ നേരെ മതത്തെ ലക്ഷ്യമാക്കി ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞു പോകാതെ സന്മാർഗത്തിലൂടെ മാത്രം ജീവിക്കുക. വലാ തകൂനന്ന മിനൽ മുശ്രിക്കീൻ, ബഹുദൈവാരാധകരുടെ കൂട്ടത്തിൽ ഒരിക്കലും നീ പെട്ടുപോകരുത്.